blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് പോലെ, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മീററ്റിൽ നിന്നുള്ള റെജി ജോണിനും കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് നൽകിയ 2 മക്കൾ, റിയയെയും റിനോയെയും കർത്താവ് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ നല്ലൊരു ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാകാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കോട്ടയത്തു നിന്നുള്ള എലിസബത്ത് കുര്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആ പൈതൃകമായ ആ പ്രോപ്പർട്ടി മറ്റ് തടസ്സങ്ങൾ കൂടാതെ വേഗത്തിൽ തന്നെ വിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എലിസബത്തിന് കർത്താവെ നല്ല ആരോഗ്യം നൽകണമേ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ആ മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതുവരെ ഈ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അങ്ങേക്ക് നന്ദി പറയുന്നു. ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും അവളിൽ നിന്ന് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് മാർച്ച് 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, ഢാണപ്പടി, ഹരിപ്പാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. Say this today: the temple of God is not built with marbles or concrete or bricks. The temple of God is built with human flesh. It is not man-made, it is God-made. We are the temple of the Holy Spirit. ഇന്ന് ദൈവത്തിന്റെ ആലയം എന്നത് ഇഷ്ടിക കൊണ്ടും മാർബിൾ കൊണ്ടും കരിങ്കല്ല് കൊണ്ടും പണിതതല്ല. നാം മാംസരക്തങ്ങളോട് കൂടിയ നമ്മുടെ അകത്താണ് ദൈവം സൃഷ്ടിച്ച, ദൈവം മെനഞ്ഞ നമ്മുടെ അകത്താണ് ദൈവത്തിന്റെ ആലയം എന്നത്. So Paul says, don't you know that you are the temple of the Holy Spirit? പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കറിയില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. Ask somebody next to you, don't you know that your body is the temple of the Holy Spirit? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയില്ലയോ? ചോദിച്ചേ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? So keep clean. The temple should be clean and holy. അതുകൊണ്ട് അത് വെടിപ്പായി സൂക്ഷിക്കുക. ദൈവത്തിന്റെ ആലയം വിശുദ്ധവും വെടിപ്പുള്ളതായിരിക്കണം. Because he is holy. കാരണം അവൻ വിശുദ്ധനായി. Hallelujah. Hallelujah. He doesn't want to dwell in a unholy place. അവൻ ഒരിക്കലും അശുദ്ധമായ ഇടങ്ങളിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. If you destroy the temple of God, God will destroy you, the Bible says. വചനം പറയുന്നു, നിങ്ങൾ ആ ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും. It is so precious to God. ദൈവത്തിന് ഏറ്റവും വിലയുള്ളതാണ്. Hallelujah. Hallelujah. Number 6. The mission of the Holy Spirit is to give special revelation of Jesus to us. പരിശുദ്ധാത്മാവിന്റെ ദൗത്യങ്ങളിൽ മറ്റൊന്ന് യേശുവിനെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ നമുക്ക് പകർന്നു നൽകുവാൻ. Write it down. അത് എഴുതിയിടുക. The Holy Spirit comes to give us what? Special revelation of Jesus. പരിശുദ്ധാത്മ എന്തിനാണ് നമ്മുടെ അടുക്കൽ വരുന്നത്? യേശുവിനെ കുറിച്ചുള്ള സവിശേഷമായ വെളിപ്പാടുകൾ നമുക്ക് നൽകുവാൻ. John 14 verse number 21, whoever has my commands and keeps them is the one who loves me.
The one who loves me will be loved by my Father, and I too will love him and show myself to them. യോഹന്നാൻ 14:21 എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. The revelation comes through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പാട് വരുന്നത്. So remember one thing, only the Holy Spirit knows the depths of God. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. Books can give you information, ബുക്കുകൾക്ക് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുവാൻ കഴിയും. but the Holy Spirit can give you revelation. എന്നാൽ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വെളിപ്പാട് നൽകുന്നത്. Say it again. ബുക്കുകൾക്ക് നിങ്ങൾക്ക് വിവരങ്ങളാണ് നൽകുവാൻ കഴിയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വെളിപ്പാട് നൽകുന്നത്. Information is good for nothing until and unless it becomes a revelation inside of you by the move of the Holy Spirit. ഒരു വിവരം, ഒരു അറിവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അത് നമ്മളിൽ ഒരു വെളിപ്പാടായി മാറുന്നത് വരെ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. So many people are hearing about Jesus, the story of Jesus. പല ആളുകൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു, യേശുവിന്റെ കഥ കേൾക്കുന്നു. They watch movie Passion of the Christ. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ അവർ കാണുന്നു. They see many other movies on Jesus. യേശുവിനെ കുറിച്ചുള്ള പല സിനിമകൾ, രംഗങ്ങൾ കാണുന്നു. They get the information about the life story of Jesus. യേശുവിന്റെ ജീവിത കഥയെ കുറിച്ചുള്ള അറിവും വിവരമാണ് അവർക്ക് കിട്ടുന്നത്. But when the Holy Spirit comes, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ this information will become a revelation. ഈ അറിവ് ഒരു വെളിപ്പാടായി മാറുന്നു. Then he will receive him as his personal Savior and Lord. അങ്ങനെ നമ്മൾ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. And that person commits his life for the Lord Jesus. അപ്രകാരം ആ വ്യക്തി തന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നു. So information becomes revelation. ഇതാ അറിവ് ഒരു വെളിപ്പാടായി മാറുന്നു. And that revelation, if he stays in that, will cause a transformation. ആ വെളിപ്പാടിൽ അവൻ വസിക്കുകയാണെങ്കിൽ അവനിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. So information, revelation, then we reach us where? Transformation. അറിവിൽ നിന്നും നമുക്ക് വെളിപ്പാടുണ്ടാകുന്നു. വെളിപ്പാടിൽ നിന്നും നമ്മൾ എവിടെ എത്തുന്നു? നമ്മൾ രൂപാന്തരത്തിൽ എത്തിച്ചേരുന്നു. Somebody said so many books are informative. പല പുസ്തകങ്ങളും നമുക്ക് അറിവ് പ്രദാനം ചെയ്യുന്നു. Some other books are reformative. ചില ബുക്കുകൾ നമ്മളെ നവോത്ഥാനത്തിലേക്ക് But the നയിക്കുന്നു. Bible is transformative. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് രൂപാന്തരം വരുത്തുന്നു. Shout hallelujah. ഹല്ലേലൂയ. Always remember one thing, when the Holy Spirit comes, we get revelation. എപ്പോഴും ഓർക്കുക, പരിശുദ്ധാത്മ വരുമ്പോൾ നമുക്ക് വെളിപ്പാട് ലഭിക്കുന്നു. And only through the Holy Spirit we can have the revelation about God. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് But always ലഭിക്കൂ. remember, the author of revelation is God the Father. എപ്പോഴും ഓർക്കുക, ഒരു വെളിപ്പാടിന്റെ ആരംഭകൻ എന്നത് പിതാവാം ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. One day when Jesus was talking, the disciples came and Jesus asked them a question. What do people say the Son of Man is? ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? Now, in response to that question, they gave the report, the public opinion, the public survey. പൊതുവെ ജനം യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവർ യേശുവിനോട് പറഞ്ഞു. They said, Master, some people say that you are Elijah. Some people say that you are Jeremiah. Some people say that you are John the Baptist. ഗുരു, ചില ആളുകൾ പറയുന്നു അങ്ങ് ഏലിയാവാണ്, അങ്ങ് ഇരമ്യാവാണ്, അങ്ങ് യോഹന്നാൻ സ്നാപകനാണെന്നൊക്കെ പറയുന്നു. So in the public opinion, they are divided among themselves. They have different opinion about you. അതുകൊണ്ട് പൊതുജനത്തിനിടയിൽ അവർ പല രീതിയിൽ തിരിഞ്ഞിരിക്കുകയാണ്. പലർക്കും പല അഭിപ്രായമാണ് അങ്ങയെക്കുറിച്ചുള്ളത്. But if you take Jeremiah, he was a prophet. Elijah, he was a prophet. John the Baptist, he was a prophet. നിങ്ങൾ ഇരമ്യാവിനെ എടുക്കുക, ഏലിയാവിനെ എടുക്കുക, യോഹന്നാൻ സ്നാപകനെ എടുക്കുക, അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു. But in the public opinion, what I understand is that Jesus is only a prophet of God, not more than that. അതുകൊണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ഇപ്രകാരമാണ് മനസ്സിലാക്കിയത്, ഒരു യേശു ഒരു പ്രവാചകനാണ്, അതിന് മുകളിലൊന്നുമല്ല. That is a world opinion. അതാണ് ഈ ലോകത്തിലുണ്ടായിരുന്ന അഭിപ്രായം. Then Jesus stopped there and asked another question. യേശു അവിടെ നിർത്തിയിട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു. Peter, John, Thomas, Bartholomew, look at me. What do you say I am? പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, ബർത്തലോമായി, നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? Okay, you are good at gathering public opinion, but what do you say personally I am? പൊതുജനത്തിന്റെ അഭിപ്രായം എൻ്റെ അടുക്കൽ നിങ്ങൾ നന്നായി കൊണ്ടുവന്നു, എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരാണെന്ന് പറയുന്നു? And as usual, Peter was the first one to speak.
പതിവ് പോലെ പത്രോസാണ് ആദ്യ ഉത്തരം പറയുന്നത്. He said, "You are the Christ, Son of the living God. You are not a prophet. You are not Jeremiah. You are not Elijah. You are not just John the Baptist. You are the Son of the living God." പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ഒരു ഇരമ്യാവല്ല, ഒരു ഏലിയാവല്ല, ഒരു ചെറിയ പ്രവാചകനല്ല. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. And in response to that, Jesus said, "This is not revealed by flesh and blood. This was revealed by my Father who is in heaven." അതിന് മറുപടിയായിട്ട് യേശു പത്രോസിനോട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് ബോധ്യമാക്കി തന്നത്, സ്വർഗ്ഗത്തിൽ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. So the Father is the cause, the origin, the source of revelation. അതുകൊണ്ട് പിതാവാം ദൈവമാണ് സകല വെളിപ്പാടിന്റെ ആരംഭ കേന്ദ്രം, ഉറവിടം എന്നത്. But the medium he uses is the Holy Spirit to impart the revelation into our human spirit. നമ്മുടെ മനുഷ്യാത്മാവിലേക്ക് ആ വെളിപ്പാടിനെ പകർന്നു നൽകുവാൻ പിതാവ് ഉപയോഗിക്കുന്ന മാധ്യമം എന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. God bless you. Always remember one thing, everything originates from the Father. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, സകല കാര്യങ്ങളും ആരംഭിക്കുന്നത്, അതിന്റെ ഉറവിടം എന്നത് പിതാവാം ദൈവമാണ്. But it comes through Jesus, the way. യേശുവിലൂടെ, യേശു എന്ന വഴിയിലൂടെയാണ് വരുന്നത്. Jesus is the channel. യേശുവാണ് ആ മാർഗം. He is the route. അവനാണ് വഴി. He is the way. അവനാണ് വഴി. But it happens by the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിക്കുന്നത്. The real operation is done by the Holy Spirit. അതിന്റെ പ്രവൃത്തി തലം എന്നത്, അതിന്റെ പ്രവൃത്തി നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. God the Father is reigning from his throne. പിതാവാം ദൈവം തന്റെ സിംഹാസനത്തിൽ വാഴുന്നു. He sends his son to with a commission, with an assignment, with a mission. തന്റെ പുത്രനായ യേശുവിനെ താൻ ഒരു ദൗത്യവുമായി, ആ ദൈവിക ദൗത്യമായി നിർദ്ദേശിക്കുന്നു. But the execution part, the practical side is always done by the Holy Spirit. എന്നാൽ എപ്പോഴും അതിന്റെ പ്രായോഗിക തലം, അതിന്റെ പ്രവൃത്തി തലത്തിൽ അത് പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. You understand the technicality now? അതിന്റെ സാങ്കേതികത നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. Shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. In brief, if you want a revelation in your life about God, about the sonship of Jesus, about any theological thing, you need the help and presence and operation of the Holy Spirit in you. ഞാൻ ചുരുക്കി പറയട്ടെ, ദൈവത്തെക്കുറിച്ചോ യേശുവിൻ്റെ പുത്രത്വത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഏത് കാര്യങ്ങളും ദൈവശാസ്ത്ര സംബന്ധമായി എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണ്.
There are a lot of wise people in this world. ഓർക്കുക, ഈ ലോകത്തിൽ നിരവധി ജ്ഞാനികളുണ്ട്. There are living encyclopedias. ജീവിക്കുന്ന എൻസൈക്ലോപീഡിയകൾ നമ്മുടെ നടുവിലുണ്ട്. They know everything. അവർക്ക് സകലതും അറിയാം. They read a lot. ഒത്തിരി വായിക്കുന്നു. They research a lot. ഒത്തിരി They നിരീക്ഷിക്കുന്നു. feed a lot here. ഒത്തിരി ഇവിടെ ശേഖരിച്ചു വെക്കുന്നു. They're walking encyclopedias. അവർ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയകളാണ്. But the Bible says വചനം പറയുന്നു, this wisdom will perish with them. അവരുടെ ജ്ഞാനം അവരോടൊപ്പം നശിച്ചു പോകുന്നു. That is the wisdom of this age. അത് ഈ യുഗത്തിന്റെ ജ്ഞാനമാണ്. As we progress in times, we amass more and more wisdom about the universe, about micro things, about macro things, everything. Man is in search of wisdom. നമ്മളുടെ കാലഘട്ടം പുരോഗമിക്കുന്തോറും പുതിയ പുതിയ അറിവുകൾ നമ്മുടെ പക്കൽ വരികയാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്നു, വലിയ കാര്യങ്ങൾ പഠിക്കുന്നു. The knowledge and wisdom is in our fingertips now. നമ്മളുടെ എല്ലാ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. Usually when I speak something, I have seen people fumbling through the Google search engine. പലപ്പോഴും ഞാൻ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ അപ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് They കണ്ടിട്ടുണ്ട്. have the answer, ready answer within seconds. ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർക്ക് അതിനുള്ള ഉത്തരം ഗൂഗിൾ ലഭിക്കുന്നു. Hallelujah. Hallelujah. Because in the internet, millions and millions of pages of information is already saved. കാരണം ഇന്റർനെറ്റിൽ ആയിരക്കണക്കിന് പേജുകൾ, ഒത്തിരി വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. The worldly wisdom is connected to the educational system, the academics, the books, the internet. ഈ ലോകത്തിന്റെ ജ്ഞാനം എന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നിങ്ങളുടെ പുസ്തകങ്ങൾ, ഇന്റർനെറ്റ് അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. But godly wisdom is not connected to any university. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രപഞ്ചത്തിലെ മറ്റൊന്നിനോടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. It is directly connected to one spirit, God's spirit, the Holy Spirit. അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരാത്മാവിനോടാണ്, അത് പരിശുദ്ധാത്മാവാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. തൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് താൻ ഗർഭിണിയായത്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് മുതൽ തനിക്ക് ഗർഭിണിയാണ്, അത് കൺഫേംഡ് ആണെന്ന് അറിഞ്ഞ മുതൽ തനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നോർമൽ ഡെലിവറി കർത്താവ് തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ സിസേറിയന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ താൻ പറഞ്ഞത് അന്ന് മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സിസേറിയൻ ആയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് വലിയ ആദി പിടിച്ച് താൻ പിന്നീടുള്ള നാളുകൾ കഴിച്ചുകൂട്ടി. പക്ഷേ തൻ്റെ അമ്മ സ്ഥിരമായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മ തന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഏതാണ്ട് 6-7 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ഈ സഹോദരി അവിടെ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരുന്നു. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതാണ്ട് ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് 2016 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് തനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് മാർച്ച് മാസമായപ്പോഴേക്കും ഈ സഹോദരി ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സഹോദരിയെ യേശു കാണിക്കുന്നു. വളരെയധികം ടെൻഷൻ അടിച്ച് ആദി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. അവരെ കർത്താവ് ഇപ്പോൾ ആശ്വസിപ്പിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് പോലെ തന്നെ തുടർന്നുള്ള നാളുകളിൽ സംഭവിക്കുവാൻ പോവുകയാണ് എന്ന് ഡാമിയൻ ബ്രദർ TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടത് മുതൽ ഈ സഹോദരിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. താൻ പറഞ്ഞത് സാധാരണ ഡോക്ടർ പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം 21-ാം തീയതി ആയിട്ടും തനിക്ക് ഒരു പെയിനൊന്നും തോന്നിയില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് കരുതി 21-ാം തീയതി താൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആദ്യത്തെ ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല, പെയിൻ വന്നില്ല. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്നുകൂടെ നോക്കാം, എന്നിട്ട് നാളെ നമുക്ക് അതിനുള്ള മെഡിസിൻ എടുക്കാം എന്ന് പറഞ്ഞു. 2-ാം ദിവസം പെയിൻ വന്നില്ല, പക്ഷെ ഡോക്ടേഴ്സ് അതിനുള്ള മെഡിസിൻ കൊടുത്തു. അന്നും ഒന്നും സംഭവിച്ചില്ല. 3-ാം ദിവസം അപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ആദിയായി. ഡോക്ടർ പറഞ്ഞു ഇന്ന് പെയിനുണ്ട്, പക്ഷേ ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ തീർച്ചയായിട്ടും സിസേറിയൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരി വീണ്ടും പറഞ്ഞു ഇല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് സിസേറിയൻ നടത്തത്തില്ല എന്ന്. 3-ാം ദിവസമായപ്പോഴേക്കും പെയിൻ വർദ്ധിച്ചു. ഡോക്ടർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറിയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെ തന്നെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ഈ സഹോദരി ജന്മം കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചാഗ്രഹങ്ങളെയും വലിയ ആഗ്രഹങ്ങളെയും നിവൃത്തിയാക്കുവാൻ ദൈവത്തിന് സാധിക്കും.
തന്നെയല്ല, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് സഹോദരി പറഞ്ഞത്. അതിനുശേഷം സാധാരണ നോർമൽ ഡെലിവറി കഴിയുന്ന സഹോദരിമാർക്ക് വരുന്ന ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറഞ്ഞൊരു അസുഖം. ആ അസുഖം തനിക്കും വന്നു. പക്ഷേ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ തുടർമാനമായി വന്നു. ഏതാണ്ട് 9 മാസത്തോളം താൻ അതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും അനുഭവിച്ചു. കഴിഞ്ഞ ദിവസം ഡാമിൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇതേ അസുഖത്താൽ വിഷമിക്കുന്ന ഒരു സഹോദരിയുണ്ട്. യേശു അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ സഹോദരിയെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞത് അതുവരെ തനിക്ക് അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തനിക്ക് അതിൻ്റെതായ ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിൽ നിന്നും സ്വതന്ത്രയായിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് തനിക്ക് വരുന്നത്. യേശു തന്നെ അതിൽ നിന്നും സൗഖ്യമാക്കി കഴിഞ്ഞു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് മാർച്ച് 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, ധാണപ്പടി, ഹരിപ്പാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ഞങ്ങളിപ്പോൾ ഒലിവ് മലയിൽ എത്തിക്കഴിഞ്ഞു. കാണാം, നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാർ വളരെ എക്സൈറ്റഡായി. ഈ സമയത്ത് യേശു സ്വർഗാരോഹണം ചെയ്ത ഒലിവ് മലയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ഈ ഭാഗത്ത് ഒരു മോസ്കാണുള്ളത്. നേരത്തെ ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്നു. നമുക്ക് ഈ സമയത്ത് അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. യേശു ഏത് പാറയുടെ മുകളിൽ ചവിട്ട് നിന്ന് സ്വർഗത്തിലേക്ക് ശിഷ്യന്മാർ കാണുക സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്ന് പോയോ, അതേ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കം വിത്ത് us. ഈ പാറയിൽ നിന്നാണ് യേശുവിൻ്റെ കാലുകൾ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ്, ഇവിടെ നിന്നാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ഒരു കാര്യം ഓർക്കുക, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും തിരികെ വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. ഞാനിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുങ്ങുക, റെഡിയാകുക. ഒന്നോർക്കണം, തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മരിച്ചുപോയ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ യേശുവാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും ഇതുപോലൊരു സ്വർഗാരോഹണമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. താൻ ഇരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് അവൻ നമ്മെയും കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കേട്ട അനുഭവ സാക്ഷ്യം, ഇന്ന് കേട്ട ആ അനുഭവ സാക്ഷ്യത്തിൽ ദൈവം എന്താണോ ചെയ്തത് അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണോ നിങ്ങളുടെ അകത്തുള്ള, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം, ശരീരത്തിൽ അനുഭവിക്കുന്ന വിഷയം, രോഗമാണെങ്കിലും എന്താണെങ്കിലും, കർത്താവ് ആ മേഖലയിൽ ഒരു വലിയ വിടുതൽ നൽകുമെന്ന് വിശ്വസിക്കുക. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് അതിഭയങ്കരമായ വേദന നിമിത്തം ജോലി ചെയ്യുവാനൊന്നും കഴിയാതെ, കഴുത്തിൽ മാത്രമല്ല താഴേക്ക് കൂടെ കൈകളിലേക്കും മുതുകിലേക്കൊക്കെ
ഭയങ്കരമായി പെയിൻ വരുന്ന ആ വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമാശയത്തിനകത്ത് എന്തോ ഗുരുതരമായ രോഗമുള്ളൊരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ശരീരത്തിലുള്ള സിസ്റ്റുകൾ, ട്യൂമറുകൾ, മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ്, അനാവശ്യമായ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ബ്രെയിൻ ട്യൂമർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ആർത്രൈറ്റിസ് ബാധിച്ച പലരെയും, സന്ധിവാതം ബാധിച്ച പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിക്കാം. എന്താണ് നിങ്ങളുടെ രോഗമെങ്കിൽ അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കുള്ളിൽ വിശ്വസിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഇപ്പോൾ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഏത് വിഷയത്തിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. പ്രത്യേകിച്ച് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് തീർച്ചയായും പറയണം. അവർ കൂടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട നിരവധി പുസ്തകങ്ങൾ, അതുപോലെ CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.